ദ സമ്മറി ഓഫ് ദ സ്റ്റോറി. നമുക്ക് നോക്കാം എന്താണെന്ന്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ കൺഫെഷൻ ഓഫ് ആൻ അൺനോൺ നറേറ്റർ. പേരൊന്നും റിവീൽ ചെയ്യാത്ത ഒരു അൺനോൺ നറേറ്ററിന്റെ കൺഫെഷൻ ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. ഹു ക്ലെയിംസ് ദാറ്റ് ഹി ഈസ്. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റ് ഏറ്റുപറയുക അല്ലേ? ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക. അതിനാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഓഫ് ആൻ അൺനോൺ നറേറ്റർ ആണ്. ഹു ക്ലെയിംസ് ദാറ്റ് ഹി ഈസ് നെർവസ് ബട്ട് നോട്ട് മാഡ്. ഭയങ്കരമായിട്ട് നെർവസ് ആണ് ആള്, പക്ഷെ മാഡ് ഒന്നുമല്ല. ഹി അഡ്മിറ്റ്സ് ദാറ്റ് ഹി കിൽഡ് ആൻ ഓൾഡ് മാൻ നോട്ട് ഔട്ട് ഓഫ് പാഷൻ ഓർ ഡിസയർ ഫോർ മണി. അപ്പോൾ ഒരു ഒരു ഓൾഡ് മാനിനെ താൻ കൊന്നിട്ടുണ്ട് എന്നുള്ളത്, ആ ഒരു കാര്യത്തെ അവൻ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവനത് ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസയർ ഫോർ മണി ബട്ട് റാദർ ഔട്ട് ഓഫ് ഫിയർ ഓഫ് മാൻസ് പെയിൽ ബ്ലൂ വൾച്ചേർഡ് ലൈക്ക് ഐ. ഒരു ഫിനാൻഷ്യൽ ഇതിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ അതിനൊന്നും അല്ല, നോട്ട് ഔട്ട് ഓഫ് പാഷൻ ഓർ ഡിസയർ ഫോർ മണി, പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. റാദർ ഔട്ട് ഓഫ് ഫിയർ ഓഫ് ദ മാൻസ് പെയിൽ ബ്ലൂ വൾച്ചർ ലൈക്ക് ഐ. അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഓൾഡ് മാൻ്റെ കണ്ണിലെ എന്താണ്, ബ്ലൂ പെയിൽ വൾച്ചർ ലൈക്ക് ഐ ആണ് ആ വ്യക്തിക്കുള്ളത്. വൾച്ചർ ലൈക്ക് മീൻസ് എന്താ? ഒരു കഴുകൻ്റെ കണ്ണ് പോലെയുള്ള കണ്ണാണ്. അതിൻ്റെ കളറ് പെയിൽ ബ്ലൂ ആണ്. അപ്പോൾ ആ ഒരു ബ്ലൂവസ്റ്റ് ഐ ആയിട്ടുള്ള വൾച്ചേർഡ് ലൈക്ക് ഐ കണ്ടിട്ട് അതിൽ പേടിച്ചിട്ടാണ്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഓൾഡ് മാനിനെ ഈ വ്യക്തി കൊന്നു കളഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തിട്ടുള്ളത്. He describes his careful precision and planning in committing the murder in order to prove that he cannot possibly be mad. സംടൈംസ്, അല്ലെങ്കിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹിസ് കെയർഫുൾ പ്രിസിഷൻ ആൻഡ് പ്ലാനിങ്. അതൊരു വളരെ വലിയ എന്താണ്, നല്ല രീതിയിൽ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു ഉദ്യമം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഫോർ 7 nights ദ നറേറ്റർ ഓപ്പൺസ്. 7 രാത്രികൾ അതിനുവേണ്ടി അവൻ എടുത്തിട്ടുണ്ട്. ദ നറേറ്റർ ഓപ്പൺസ് ദ ഡോർ ഓഫ് ദ ഓൾഡ് മാൻസ് റൂം ടു ഷൈൻ എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ ലാൻഡേൺ ഓൺ ടു ദ ഈവിൾ ഐ. അപ്പോൾ 7 നൈറ്റുകൾ, രാത്രികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 7 രാത്രികൾ ഉപയോഗിച്ചുകൊണ്ട് ദ നറേറ്റർ ഓപ്പൺസ്. അപ്പോൾ 7 തവണ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം അല്ലേ? സോ അതിൽ ദ നറേറ്റർ ഓപ്പൺസ് ദ ഡോർ. നമ്മുടെ ഈ അൺനോൺ നറേറ്ററില്ലേ, അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു ഓൾഡ് മാൻ്റെ റൂമിലേക്ക് വരികയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഷൈൻ എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ ലാൻഡേൺ, ഒരു റാന്തൽ വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. അതാണ് ലാൻഡേൺ എന്ന് പറയുന്നത്. ഓൺ ടു ദ ഈവിൾ ഐ, അതിൻ്റെ വെളിച്ചം അയാളുടെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. ഓൺ ദ 8th night, 8ാമത്തെ രാത്രി, ദ ഓൾഡ് മാൻ അവേക്കൻസ് ആഫ്റ്റർ ദ നറേറ്റേഴ്സ് ഹാൻഡ് സ്ലിപ്സ് ആൻഡ് മേക്സ് എ നോയ്സ്. അയാൾ ഉണർന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ ഓൾഡ് മാൻ ഉണർന്നു പോവുകയാണ്. നറേറ്ററിൻ്റെ കൈ തട്ടി അവിടെ ചില നോയ്സുകൾ ഉണ്ടായത് കാരണം അത് ഇൻ്ററപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദ നറേറ്റേഴ്സ് നൈറ്റ്ലി റിച്വൽ. ഹി ആസ്ക് ഇഫ് എനിവൺ ഈസ് ദെയർ ആൻഡ് ദ നറേറ്റർ ഫ്രീസസ്. അപ്പോൾ അദ്ദേഹത്തെ അയാൾ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ അല്ലാതെ ഫ്രീസായിപ്പോയി. ദ നറേറ്റർ ഡസ് നോട്ട് ഡ്രോ ബാക്ക് ആൻഡ് തിരിച്ചു പോകാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ആഫ്റ്റർ സം ടൈം ഡിസൈഡ് ടു ഓപ്പൺ ദ ലാൻഡേൺ. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ ലാൻഡേൺ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എ സിംഗിൾ തിൻ റേ ഓഫ് ലൈറ്റ് ഷൈൻസ് ഔട്ട് ആൻഡ് ലാൻഡ്സ് പ്രിസൈസ്ലി ഓൺ ദ ഈവിൾ ഐ. ആ ഒരു ഈവിൾ ഐയിലേക്ക് ആ വെളിച്ചം വീണ്ടും വന്ന് വീഴുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. ദ ബീറ്റിംഗ് ഗെറ്റ്സ് സോ ലൗഡ് ദാറ്റ് ദ നറേറ്റർ ഫിയേഴ്സ് ദ നൈബേഴ്സ് വിൽ ഹിയർ ഇറ്റ്. ആ ഒരു വഴക്ക്, അല്ലെങ്കിൽ ആ ഒരു അടിപിടി അവിടെ മറ്റുള്ള നൈബേഴ്സിനെ, അവരെ ഒച്ച കേട്ട് അവിടേക്ക് വരുമോ എന്ന് ഇദ്ദേഹം ഭയന്നു. ഹെൻസ് ഹി ഡിസൈഡ് ടു അറ്റാക്ക്. ആ സമയത്താണ് തിരിച്ച് ഈ ഓൾഡ് മാനിനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ദ ഓൾഡ് മാൻ ഷേക്സ് വൺസ് ബിഫോർ ദ നറേറ്റർ ഡ്രാഗ്സ് ഹിം ടു ദ ഫ്ലോർ ആൻഡ് പുൾസ് ദ ബെഡ് ഓൺ ടോപ്പ് ഓഫ് ഹിം.